ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവിനെ കുറിച്ചാണ്. ഫോർ എ ബെറ്റർ ആൻഡ് പീസ്ഫുൾ ലൈഫ്. നമ്മുടെ മൈൻഡ് നന്നായിട്ടുണ്ടായാലാണ് നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. ആ മെൻറ്റൽ ഡിസ്റ്റർബൻസ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് എന്ന് പറഞ്ഞത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ ടു സേ നോ. നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയണം. അല്ലെങ്കിൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ ആങ്കറായിട്ടും ബാക്കി നമ്മുടെ ചുറ്റിലുള്ള എല്ലാ കാര്യങ്ങളെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും, അതിപ്പോൾ ആര് തന്നെ പറയുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ല, ചെയ്യണ്ടെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ ചെയ്യരുത്. സോ യു മസ്റ്റ് ലേൺ ടു സേ നോ. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത് നമ്മൾ ഒരിക്കലും. അതെന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയായിട്ടിരിക്കുമ്പോഴാണെങ്കിലും ശരി, സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ട് ആണെങ്കിലും ശരി, നമ്മൾ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ താഴേക്കായി പോവുക, നമ്മൾ ഒന്നും ഇല്ലാണ്ടായി പോവുക. അപ്പോൾ അതിൽ ഒരിക്കലും പുഷ് ചെയ്യരുത്. നമ്മളെ തന്നെ താഴ്ത്തി ഒരിക്കലും നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല. മൂന്നാമതായിട്ട് ഒരു കണ്ടീഷൻ പറയണത്, നമ്മൾ ഓവർ കമ്മ്യൂണിക്കേറ്റീവ് ആവരുത്. നമ്മുടെ എല്ലാ പ്ലാൻസും ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് ഇതാ ചെയ്യാൻ പോണേന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് എക്സ്പ്ലോസ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പറ്റിയില്ല എന്ന് വരുമ്പോൾ അവർ കളിയാക്കാൻ തുടങ്ങും. അപ്പം അത് നമ്മളെ തന്നെ നമുക്ക് കൊടുക്കാത്ത റെസ്പെക്റ്റായിട്ട് മാറും. നമ്മൾ എന്തെങ്കിലും ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ ഉണ്ടാവുക. അത് ശ്രദ്ധിക്കുക. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ടോക്സിന് നിൽക്കേ പാടില്ല. അതാണ് മെയിനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇപ്പോൾ പറയുന്ന ആൾക്കാർ പലതും പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അവർക്ക് അതൊരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റത്തെ ടോക്കായിരിക്കും, പക്ഷെ കേൾക്കുന്ന നമുക്ക് അത് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് ടോക്സിന് നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ പീസ്ഫുള്ളായിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു.